അൽ-ഖ്വയ്ദ, ISIS ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 12 പേരെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് പിടികൂടി. ഗെയിമിംഗ് ആപ്പ് വഴിയാണ് ഭീകര സംഘടനകളുടെ വിദേശ ഹാൻഡലർമാരെ കണ്ടുമുട്ടിയതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്ന് മുഹമ്മദ് റഹ്മത്തുള്ള ഷെരീഫ്, മിർസ സൊഹൈൽ, മുഹമ്മദ് ഡാനിഷ്, ബീഹാറിൽ നിന്ന് ഷാദ്മാൻ ദിൽഖുഷ്, അജ്മാനുള്ള ഖാൻ, ഡൽഹിയിൽ രോഹിണി നിവാസിയായ ലക്കി അഹമ്മദ്, മീർ ആസിഫ് അലി, പശ്ചിമ ബംഗാളിൽ നിന്ന് സീഷൻ, കർണാടകയിൽ നിന്ന് അബ്ദുൽ സലാം, ഷാറൂഖ് ഖാൻ, മഹാരാഷ്ട്രയിൽ നിന്ന് ഷിയാഖ് പിയാസ് റഹ്മാൻ, തെലങ്കാനയിൽ നിന്നുള്ള സൈദ ബീഗം എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ആന്ധ്ര ഡൽഹി പോലീസ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരർ കസ്റ്റഡിയിലായത്. ദേശീയ പതാക കത്തിക്കുന്നതും IS-നെ പ്രശംസിക്കുന്നതും ഇന്ത്യയെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റാക്കി മാറ്റണമെന്ന് വാദിക്കുകയും ദേശീയഗാനത്തെ പരിഹസിക്കുകയും ചെയ്തതടക്കമുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പ്രതികൾ നടത്തിയിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ പാകിസ്ഥാനിലേക്ക് പോയി പരിശീലനത്തിൽ പങ്കെടുക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പരിശീലനം നേടാൻ യുവാക്കളെ പ്രേരിപ്പിച്ചിരുന്നതായും ഭീകരർ വെളിപ്പെടുത്തി. ഈ തീവ്രവാദികളെ NIA അടക്കം വിവിധ അന്വേഷണ ഏജൻസികൾ വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.